ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫാമിലി ആയിട്ട് ഒരു ചെറിയ ഔട്ടിങ്ങിലാണ് നമ്മൾ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് വന്നാലോ. ഇന്നത്തെ യാത്ര നമ്മുടെ ചാൽ ബീച്ചിലേക്കാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തന്നെ ഇച്ചിരി ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. എന്നാലും ബീച്ചിൽ പോയേ പറ്റൂ എന്നുള്ള പിള്ളേരുടെ ആഗ്രഹം കൊണ്ട് നമ്മളിതാ നേരെ വിടുകയാണ്. പയ്യാമ്പലം ബീച്ച് പോലെ തന്നെ ഏകദേശം നമുക്ക് ഒരേ ദൂരത്തിൽ വരുന്ന ഒരു ബീച്ചാണ് ചാൽ ബീച്ച്. സമയം ഏകദേശം 6:30-7 മണിയോട് അടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിതാ ബീച്ചിൽ എത്താറായി. നേരം ഏകദേശം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിലും ബീച്ചിലുള്ള ലൈറ്റും സെറ്റപ്പൊക്കെ കാരണം നല്ലൊരു മൂഡ് തന്നെയായിരുന്നു. ബീച്ചിൽ ഏകദേശം തിരക്കൊക്കെ തീർന്നിട്ടുണ്ട്. ഇവിടെ ഒരു പാർക്കും കൂടിയുണ്ട്. പക്ഷേ ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പാർക്കിലൊന്നും കയറാൻ പറ്റിയിരുന്നില്ല. നമ്മുടെ പയ്യാമ്പലം ബീച്ചിനേക്കാളും കുറച്ചുകൂടി ഒരു ശാന്തമായ അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. ഇവിടെ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുമുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഒരു കൈറ്റൊക്കെ ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ കൈറ്റ് മുൻപേ നമ്മൾ പയ്യാമ്പലം ബീച്ചിൽ പോയപ്പോൾ വാങ്ങിയതായിരുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ പട്ടം പറത്തി കളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും നമ്മുടെ കല്യാണരാമൻ സിനിമയിൽ പറഞ്ഞ പോലെ പൊങ്ങണില്ല ഏട്ടാ, ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിജു ആട്ടനും അവസാനം കാറ്റിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറിയിട്ടുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കാം. ഈ കാറ്റിൻ്റെ ദിശയിലുള്ള എന്തെങ്കിലും മാറ്റങ്ങളായിരിക്കാം കാരണം. നമ്മൾ പയ്യാമ്പലം പോയിട്ടും പാലക്കയം തട്ട് പോയിട്ടൊക്കെ ഈ പട്ടം സൂപ്പറായിട്ട് പറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ ആ ഒരു പ്രയത്നം അങ്ങ് ഉപേക്ഷിച്ചു. പിന്നെ ഞങ്ങൾ കുറേ നേരം വെള്ളത്തിലിറങ്ങി കളിച്ചു. ഇരുട്ടായതുകൊണ്ട് തന്നെ അധികം അങ്ങോട്ട് റിസ്ക് എടുക്കാൻ പോയില്ല. അതിൻ്റെ ഇടയിൽ നമ്മളൊരു കോളിഫ്ലവർ ചില്ലിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ധാരാളം ഷോപ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ കുപ്പി കൊണ്ടൊരു ഐറ്റം കൂടി വന്നിട്ടുണ്ട്. ഈ ഒരു വീട് പോലെ കാണുന്നത് മുഴുവൻ കുപ്പികളാണ്. അപ്പോൾ അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അതുമാത്രമല്ല ഇവിടെ ഒരു നല്ല സൗകര്യമായിട്ട് തോന്നിയത് ഒരു കിണറും പൈപ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബീച്ചിൽ നിന്ന് കയറി വന്നാൽ കാല് കഴുകാനും മറ്റാവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ആവശ്യത്തിലധികം വെള്ളവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കാലൊക്കെ കഴുകി ഒന്ന് ഫ്രഷപ്പായിട്ട് ഇപ്പോൾ തിരിച്ചിവിടെ വന്നിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടികളുടെ പാർക്ക് ഇതാണ്. ഇവിടെ നമ്മൾ മുമ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങോട്ടുള്ളിൽ കയറാൻ പറ്റാത്തത് കൊണ്ട് ആശൂട്ടൻ്റെ മുഖത്ത് ഒരു വിഷമം കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഏരിയയുടെ റൂട്ട് മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മുടെ പിള്ളേർ നോക്കുന്നത്. ഇനി നമ്മൾ ഐസ്ക്രീം വാങ്ങാനാണ് പോകുന്നത്. ബീച്ചിൽ വന്നാൽ ഐസ്ക്രീം ഇല്ലാത്തൊരു പരിപാടി ഉണ്ടോ? അപ്പോൾ ആള് വീതം എണ്ണം പറഞ്ഞ് ഐസ്ക്രീമൊക്കെ വാങ്ങി കയ്യിലാക്കിയിട്ടുണ്ട് എല്ലാവരും. ഐസ്ക്രീമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കൂടി അവിടെ സ്പെൻഡ് ചെയ്തതാ നമ്മൾ മെല്ലെ യാത്ര തിരിക്കുകയാണ്. സമയം ഏകദേശം രാത്രി 8-8:30 മണിയോടാവാറായി. അപ്പോൾ നേരെ ഇരുട്ടിയ സമയത്ത് എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റോടെ വീഡിയോ അവസാനിപ്പിക്കട്ടെ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.